നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ തന്ത്രപ്രധാനമായ ബുഷഹർ വിമാനത്താവളത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത വ്യോമ ആക്രമണത്തിൽ ഒരു യാത്രാ വിമാനം തകർന്നെന്ന് ഇറാൻ മാധ്യമങ്ങൾ. വിമാനം തകർന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ വ്യോമപാത നേരത്തെ തന്നെ അടയ്ക്കുകയും പാസഞ്ചർ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തതിനാൽ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിമാനത്താവളത്തിലെ റൺവേക്കും മറ്റും സാങ്കേതിക വിഭാഗങ്ങൾക്കും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിമാനത്തിൽ യാത്രക്കാർ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇറാൻ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടില്ല. അതേസമയം അതീവ സുരക്ഷാ മേഖലയായ ബുഷഹറിനെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിനിടെ ആക്രമണം ഉണ്ടായി എന്നും വിവരമുണ്ട്. അതേസമയം അയത്തുള്ള അലി ഖമനേയുടെ പകരക്കാരനായി പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഇറാൻ നേതാക്കൾ നടത്തിയ യോഗത്തിനിടെ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാനിലെ പ്രമുഖ നേതാക്കൾ യോഗം ചേർന്ന ക്യൂമിലെ കെട്ടിടം വ്യോമ ആക്രമണത്തിൽ തകർന്നതാണ് ഇസ്രായേലിന്റെ അവകാശവാദം. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പിൻഗാമി നിശ്ചയിക്കാനായി ഇന്ന് അതീവ രഹസ്യമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാനിലെ മത നേതാക്കളും ഭരണകർത്താക്കളും ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയുടെ സുപ്രധാന കേന്ദ്രം ആക്രമണത്തിൽ തകർന്നെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശവാദം ഇറാൻ തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ തകർത്തു എന്ന് അവകാശപ്പെടുന്നത് പഴയ കെട്ടിടമാണെന്നും ഇവിടെയല്ല പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള യോഗം ചേരുന്നത് എന്നും ഇറാൻ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇറാനെതിരെ ശക്തമായ ആക്രമണം തന്നെയാണ് ഈ 5-ാം ദിവസവും ഇസ്രായേലും US-ഉം സംയുക്തമായി ചേർന്ന് നടത്തുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ പ്രവാസ മേഖലയിൽ, ഗൾഫ് മേഖലയിൽ നടക്കുന്ന യുദ്ധമാണ്. തീർച്ചയായിട്ടും മലയാളികൾ ഭൂരിഭാഗം ആളുകളും സേഫാണ് എന്നറിയുന്നു. പ്രവാസികളെല്ലാം തന്നെ സേഫാണെന്ന് അറിയുന്നു. മാത്രമല്ല, മാധ്യമങ്ങളിലെ ചില വാർത്തകൾ, പേടിപ്പിക്കുന്ന വാർത്തകൾ അവർ ട്രോളായി മാറ്റുന്ന സാഹചര്യമുണ്ട്. വെറുതെ അനാവശ്യമായി പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവിടുത്തെ സാഹചര്യം നിലവിൽ ഇങ്ങനെയാണെന്ന് പറയുന്നു. എന്നാൽ ചിലർ വീട്ടിലേക്ക് വിളിച്ച മിസൈലുകൾ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു പോകുന്ന വീഡിയോ കോളിലൂടെ കാണിക്കുന്ന പ്രവാസികളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹോർമോസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ $200 വരെ പെട്രോൾ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായും കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും നമ്മുടെ എല്ലാ ജീവിത രീതിയിലെയും അത് വലിയൊരു അടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങുന്നതിൻ്റെ രണ്ടാം മണിക്കൂറിൽ തന്നെ ഈ ഗ്യാസിനുള്ള വില വർധനവ് ഉണ്ടായിരുന്നു. അത് യുദ്ധവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ആക്രമണം ശക്തമായി തന്നെയാണ് പോകുന്നത്. ഒരു ഫിയർലെസ് അറ്റാക്ക് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ഭയരഹിത ആക്രമണം. എന്ത് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാലും ആക്രമണം അത് കൃത്യമായി തന്നെ നടത്തിയിരിക്കും എന്നുള്ള മട്ടിൽ തന്നെയാണ് നീക്കങ്ങൾ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ആക്രമണം നടക്കുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അത് രൂക്ഷമായി തന്നെയാണ് വീക്ഷിക്കുന്നത്.